മാവൂരിൽ എളമരം റോഡിൽ ബൈക്ക് യാത്രക്കാരൻ പുലിയെ കണ്ടെന്ന് അറിയിച്ചതിനെ തുടർന്ന് വനപാലകരും റാപ്പിഡ് റെസ്പോൺസ് ടീം അംഗങ്ങളും പരിശോധന നടത്തി. അജ്ഞാത ജീവിയെ കണ്ട ഗ്രാസിമെട്ടാം ഗേറ്റിന് സമീപമുള്ള ഫാക്ടറി ഭൂമിയിലെ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. പരിശോധനയിൽ കാലടയാളങ്ങളൊന്നും കണ്ടെത്താനായില്ല. കാട്ടുപൂച്ചയോ പുലിപ്പൂച്ചയോ ആകാമെന്ന നിഗമനത്തിലാണ് വനപാലകർ. ചാടി എന്ന് പറയുന്ന ഒരു സൈഡിൽ നമ്മൾ പരിശോധന നടത്തി. അവിടെ നനവുള്ള സ്ഥലമാണ്. പക്ഷെ നമുക്ക് അതിൻ്റേതായ കാൽപ്പാടുകളോ മറ്റോ ഒന്നും നിലവിൽ കിട്ടിയിട്ടില്ല. മാത്രമല്ല 5-8 മീറ്ററോളം ഹൈറ്റ് ഉണ്ട്. അവിടെ കയറി അതിൻ്റെതായ മാർക്കുകളോ കാര്യങ്ങളോ ഒന്നും നമ്മളെ പരിശോധനയിൽ കണ്ടിട്ടില്ല. അയാളെ നേരിട്ട് കണ്ടു സംസാരിച്ചു, ഫോണിലും സംസാരിച്ചു. കണ്ടു എന്ന് പറഞ്ഞാളെ പുലി പറഞ്ഞതിലൊരു ഏതാണ്ട് പട്ടിയോടെ വലിപ്പമുള്ളൊരു ജീവിയാണ്. ആ ഒരു തരത്തിലാണ് പുലി പറഞ്ഞിട്ടുള്ളത്. നമ്മളെന്തായാലും നമ്മളൊരു നിരീക്ഷണത്തിൽ എന്തായാലും പുലിയാണെന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള ഒന്നും ലഭിച്ചിട്ടില്ല. എന്തായാലും ഒന്നുകൂടി പരിശോധിക്കുന്നുണ്ട്. നിലവിൽ വേറെ ഭീതിപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. പിന്നെ കാട് പിടിച്ചെടുക്കുന്ന സ്ഥലമാണ്, ആളുകളൊന്ന് ശ്രദ്ധിക്കാം. വേറൊന്നുമില്ല. കാട്ടുപൂച്ചയോ അല്ലെങ്കിൽ പുലിപ്പൂച്ചയോ അങ്ങനെ എന്തും ആവാനുള്ള സാധ്യതയുണ്ട്. ഈ പുലിയുടെ സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല. കാരണം അത്രയും വലിയ കാടായതുകൊണ്ട്. എന്നാൽ നിലവിലുള്ള പക്മാർക്കുകളോ മറ്റൊന്നും കിട്ടാത്തതുകൊണ്ട് നമുക്ക് ഒന്നും സ്ഥിരീകരിക്കാനായിട്ടില്ല. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, മാവൂർ പോലീസ്, ഗ്രാസിം മാനേജ്മെന്റ് പ്രതിനിധികൾ എന്നിവരും സ്ഥലത്തെത്തി. ഗോൾഡൻ ഡയമണ്ട്സ്, മാവൂർ, പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.